ഹലോ, വെൽക്കം ബാക്ക് ടു ആർട്ട് ആൻഡ് ഷോപ്പ് യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആർട്ട് ആൻഡ് ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിൻറ്റിംഗ് പർപ്പസിനായിട്ട് എപ്പോഴും CMYK ഫോർമാറ്റിലാണ് ഡിസൈൻ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഫ്ലക്സ് ബാനറൊക്കെ ഡിസൈനിങ് ആണെങ്കിലും ബ്രോഷറുകൾ, പോസ്റ്ററുകൾ, അങ്ങനത്തെ ഡിസൈനുകളാണെങ്കിലും എല്ലാം CMYK ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ പ്രിൻറ്റിങ്ങിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഡിസൈൻ വർക്ക് നമ്മുടെ ക്ലയൻറ്റിനെ കാണിക്കാറുണ്ട്. അതിനുശേഷം അപ്രൂവ് ആയതിനു ശേഷമായിരിക്കും നമ്മൾ അത് പ്രിൻറ്റിങ്ങിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ CMYK കളർ മോഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വർക്ക് നമ്മൾ കസ്റ്റമറെ കാണിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ CMYK മോഡിൽ നിന്ന് നേരെ സേവ് ആസ് ചെയ്തിട്ട് അതൊരു JPG ഫയലാക്കിയിട്ട് കസ്റ്റമറെ കാണിക്കുമ്പോൾ ഈ ഒരു വർക്കിനകത്തുള്ള കളറുകളൊക്കെ വളരെയധികം ഫെയ്ഡായ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുക. കാരണം അത് CMYK മോഡിലുള്ള ഒരു ഇമേജാണ്. നമ്മൾ പ്രിൻറ്റിങ്ങിനായിട്ട് ഈ CMYK മോഡിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ കസ്റ്റമർക്ക് ഇത് ഒരു ഇമേജായിട്ട് നമ്മൾ പ്രൂഫ് കാണിക്കുമ്പോൾ കസ്റ്റമർ ഇത് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ അതുപോലുള്ള ഡിവൈസുകളിലൊക്കെ ആയിരിക്കും ഈ ഒരു പ്രൂഫ് കാണുന്നത്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഈ ഒരു പ്രൂഫ് അതിൻ്റെ ഒറിജിനൽ കളറിലല്ല വരുന്നത്. കാരണം ഇതൊരു CMYK മോഡിലുള്ള ഒരു ഇമേജ് ആയതുകൊണ്ടാണ് അങ്ങനെ കളർ ഒരുപാട് ഒരു ഫെയ്ഡായ രീതിയിൽ വരുന്നത്. അപ്പോൾ ഇത് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡിസൈനേഴ്സ് എപ്പോഴും പ്രൂഫായിട്ട് കൊടുക്കാറുള്ളത് RGB മോഡിലുള്ള ഒരു ഇമേജ് ആയിരിക്കും. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ CMYK മോഡിലുള്ള ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് അത് പ്രൂഫായിട്ട് ഒരു ഇമേജായിട്ട് സേവ് ചെയ്യുമ്പോൾ കസ്റ്റമറെ കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഇമേജ് ആക്കിയിട്ട് മാറ്റുമ്പോൾ അത് RGB ഫോർമാറ്റിലുള്ള ഇമേജായിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ ഇത് ഇല്ലുസ്ട്രേറ്റർ സോഫ്റ്റ്വെയർ ആണെങ്കിൽ നമ്മൾ CMYK മോഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഇമേജാക്കി മാറ്റുമ്പോൾ അവിടെ RGB CMYK 2 ഓപ്ഷൻ വരാറുണ്ട്. നമുക്ക് ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും ഇമേജാക്കി മാറ്റാൻ കഴിയും. എന്നാൽ ഫോട്ടോഷോപ്പിൽ ഇത് സേവ് ആസ് ചെയ്യുമ്പോൾ അത് CMYK മോഡിലാണ് സേവ് ആസ് ചെയ്യാറുള്ളത്. അതിനുശേഷം പലരും വീണ്ടും അത് ഫോട്ടോഷോപ്പിലേക്ക് ആ ഒരു ഇമേജ് ഓപ്പൺ ചെയ്ത് കൊണ്ടുവന്ന് അവിടെ കളർ മോഡൊക്കെ ചേഞ്ച് ചെയ്ത് RGB ആക്കി മാറ്റി വീണ്ടും സേവ് ചെയ്തിട്ടാണ് പലരും അത് ക്ലയൻറ്റിന് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് കോംപ്ലിക്കേഷനുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഫോട്ടോഷോപ്പിൽ CMYK മോഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് അത് RGB മോഡിലുള്ള ഒരു ഇമേജ് ആക്കിയിട്ട് സേവ് ചെയ്യാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണ് CMYK മോഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു RGB ഫോർമാറ്റിൽ ഒരു ഇമേജ് സേവ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പലർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ സാധാരണയായിട്ട് പ്രിന്റിംഗ് ആവശ്യങ്ങൾക്ക് CMYK മോഡിലാണ് വർക്ക് ചെയ്യാറുള്ളത്. ഈ CMYK മോഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ CMYK മോഡും RGB മോഡും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉള്ളത്, അതുപോലെ തന്നെ RGB ഫയൽ CMYK കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ, CMYK RGBയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്ന മാറ്റങ്ങൾ, ഇതേപ്പറ്റിയിട്ടെല്ലാം നമ്മുടെ ചാനലിൽ വളരെ വിശദമായിട്ട് വീഡിയോകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത്തരം വീഡിയോകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം CMYK RGB മോഡുകൾ തമ്മിലുള്ള വ്യത്യാസം ഡിസൈനർ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് CMYK മോഡിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെ പ്രൂഫ് ക്ലയൻറ്റിനെ കാണിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇമെയിലോ വാട്സപ്പിലൊക്കെ അയച്ചു കൊടുത്തിട്ടായിരിക്കും ആ വർക്കിൻ്റെ റിസൾട്ട് കാണിച്ചിട്ട് നമ്മൾ അപ്രൂവ് വാങ്ങേണ്ടത്. RGB മോഡിൽ ഈ ഒരു വർക്ക് കണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇതിൻ്റെ യഥാർത്ഥ റിസൾട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ സാധാരണ രീതിയിൽ ഇതിനെ ഇമേജ് ആക്കുന്നത് Ctrl+Shift+S അടിച്ചിട്ട് ഇതിനെ സേവ് ആസ് ചെയ്തിട്ട് ഇമേജ് ആക്കുക എന്നുള്ളതാണ്. ഇവിടെ JPG ഫോർമാറ്റ് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു, അതൊരു ഇമേജ് ആയിട്ട് മാറുന്നു. പക്ഷേ അതൊരു CMYK മോഡിലുള്ള ഇമേജ് ആയിരിക്കും. ആ ഒരു ഇമേജാണ് നമുക്ക് പ്രൂഫായിട്ട് കൊടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇതിനൊരു RGB മോഡിലുള്ള ഇമേജ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് Ctrl+Shift+Alt+S 4 കീകൾ ഒന്നായിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇത് സേവ് ഫോർ വെബ് എന്നുള്ള ഓപ്ഷനിലേക്കാണ് വരിക. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു വിൻഡോ കാണാം. ഇവിടെ പ്രധാനമായിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഓപ്ഷൻ ടിക്ക് ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് കൺവേർട്ട് ടു RGB. ഇത് RGBയിലേക്ക് കൺവേർട്ട് ആയിട്ടാണ് ഇനി സേവ് ആവാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ GIF എന്നുള്ള ഒരു ഫോർമാറ്റിലായിരിക്കും ഇത്. നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ GIF എന്നുള്ള ഫോർമാറ്റാണ് കാണിക്കുക. നമ്മൾ ഇതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് JPGയിലേക്ക് മാറ്റുക. ഇനി PNG ആണ് ആവശ്യമെങ്കിൽ PNGയിലേക്ക് മാറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ JPG കൊടുക്കുക. ഇനി നിങ്ങൾ എല്ലാ പ്രാവശ്യം ഇത് ചെയ്യുമ്പോഴും അവിടെ JPG തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ക്വാളിറ്റി ഇവിടെ ചേഞ്ച് ചെയ്തിട്ട് 100ലേക്ക് മാറ്റാവുന്നതാണ്.
ഇനി പ്രൂഫായിട്ട് അധികം ക്വാളിറ്റിയുള്ള ഫയലൊന്നും സെൻഡ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കൊരു 30 or 40 ഒക്കെ കൊടുത്താൽ മതി. ഞാനിവിടെ 100 കൊടുക്കുന്നു, കാരണം ഇപ്പോൾ വാട്സപ്പ് വഴിയൊക്കെയാണ് നമ്മൾ പ്രൂഫ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ഇമേജ് അവിടെ കംപ്രസ് ആയിട്ടാണ് സെൻഡ് ആവുക. അപ്പോൾ നമുക്ക് പ്രിൻറ്റിംഗ് ക്വാളിറ്റിയുള്ള ഫയലൊന്നും ഒരിക്കലും കസ്റ്റമർക്ക് സെൻഡായി പോവുകയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ചെയ്യാനുള്ളത്. ഇനി നമ്മളിവിടെ സേവ് കൊടുക്കുന്നു. അതിനുശേഷം ലൊക്കേഷൻ ഇവിടെ എവിടെയാണോ സേവ് ആവേണ്ടതാണ് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഇത് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിവിടെ ഡെസ്ക് ടോപ്പ് കൊടുക്കുന്നു, ഇവിടെ സേവ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇതൊരു RGB ഇമേജ് ആയിട്ട് നമ്മുടെ ഡെസ്ക് ടോപ്പിൽ സേവ് ആയിട്ടുണ്ട്, ഇവിടെ കാണാം. ഈ ഒരു ഇമേജ് കാണുമ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പിൽ കണ്ട ആ ഒരു ഇമേജ് പോലെ തന്നെ ഉണ്ട്. നമ്മൾ CMYK മോഡലായിരുന്നു സേവ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കില്ല ഈ ഒരു വർക്ക് വരുന്നത്. ഇതിനകത്തുള്ള കളറൊക്കെ ഫെയ്ഡായിട്ട് മറ്റൊരു തരത്തിലായിരിക്കും. അപ്പോൾ ഈ ഒരു ഇമേജ് നമ്മൾ അങ്ങനെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് Alt Ctrl Shift S എന്ന കീ ആണ് പ്രസ് ചെയ്തത്. ആ ഒരു ഓപ്ഷൻ ഇവിടെ ഫയലിനകത്ത് ഇവിടെ എക്സ്പോർട്ട് എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാം സേവ് ഫോർ വെബ്. ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിങ്ങനെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ JPG ഫോർമാറ്റ് തന്നെയാണോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഈ കൺവേർട്ട് ടു RGB ഈ ടിക്ക് ഒന്ന് കിടക്കുന്നുണ്ടോ എന്നും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇവിടെ RGB മോഡിലേക്കുള്ള കൺവേർട്ട് എന്നുള്ള ടിക്ക് എനേബിൾ ആയിരിക്കും. ഇനി എനേബിൾ അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് എനേബിൾ ആക്കി കൊടുക്കുക. ഇവിടെ JPG ആക്കി കൊടുക്കുന്നതിന് ശേഷം ഇവിടെ ക്വാളിറ്റി നമുക്ക് ആവശ്യമുള്ള ക്വാളിറ്റിയിൽ കൊടുക്കാവുന്നതാണ്. മീഡിയം, ലോ, മാക്സിമം. ഇവിടെയും ക്വാളിറ്റി കൺട്രോൾ ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റി ഇവിടെ കുറച്ച് കൊടുക്കുക, കൂട്ടി കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ കുറച്ച് കൊടുക്കുമ്പോൾ ഇവിടുത്തെ ക്വാളിറ്റിയും അതിനനുസരിച്ചിട്ട് മീഡിയം, ലോ, ഹൈ എന്നുള്ള ലെവലിലേക്ക് പോകും. ഈ ഒരു ഇമേജിൻ്റെ സൈസ് എത്രയാണെന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ വിഡ്ത്തിൻ്റെ പിക്സൽ, അതിൻ്റെ ഹൈറ്റിൻ്റെ പിക്സൽ എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ RGBയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇമേജ് ആക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം എന്നുള്ളത് കൊണ്ട് നമുക്കിവിടെ JPGയും അതിൻ്റെ ക്വാളിറ്റിയും ഈ ഒരു RGB തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് സേവ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്നതാണ് കരുതുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ പ്രിൻറ്റിംഗ് ഫീൽഡിലെയും ഡിസൈനിങ് മേഖലയിലൊക്കെ വളരെ റയറായിട്ടുള്ള തുടക്കക്കാർക്ക് അറിയാൻ കഴിയാത്ത പ്രിൻറ്റിംഗ് മേഖലകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരുപാട് അറിവുകളും അവിടുത്തെ ഡിസൈനിങ് രീതികളൊക്കെയാണ് ഈ ഒരു ചാനലിലൂടെ വീഡിയോകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വീഡിയോകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളൊരു ഡിസൈനർ ആണെങ്കിൽ ഇതുപോലുള്ള റയറായിട്ടുള്ള വിഷയങ്ങൾ പലപ്പോഴും നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ കഴിയില്ല. മലയാളത്തിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മുടെ വിഷയങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അതുമാത്രമല്ല കേരളത്തിലെ പ്രിൻറ്റിംഗ് മേഖലകളിലെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ചാനലിൽ കൂടുതലായിട്ട് വീഡിയോകൾ വരുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് ചാനലുകളൊക്കെ ആണെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലെ പ്രിൻറ്റിംഗ് മേഖലകളും സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ടും ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങൾക്ക് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള കുറച്ച് അളവുകളും കാര്യങ്ങളും മാർജിനുകളും കളർ മോഡുകളും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഈ ഒരു ചാനലിലൂടെ നമ്മൾ വീഡിയോകളായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.